സംവിധായകൻ നട്ടപ്രാന്താണ്, അത് എഴുതി എല്ലാം എനിക്ക് കൊക്കോ പ്രാന്താണ്, ഒന്നും പറയാൻ പറ്റില്ല. ഈ ലോകത്തിൽ ഇങ്ങനത്തെ പ്രാന്തന്മാരെ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുണ്ട്. ഇതിലെ സംവിധായകൻ അതിലും വലിയ പ്രാന്തനാണ്, ഞാൻ അതിലും വലിയ പ്രാന്തനാണ്. നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ നമ്മുടെ ജീവിതം എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഒരു 10, 18, 20 വയസ്സ് വരെ നമ്മൾ മാതാപിതാക്കന്മാരുടെ കൂടെയാണ്. പിന്നെ അവിടുന്ന് ശേഷം നമുക്ക് ആ കോളേജ് ലൈഫിൽ നിന്നാണ് സുഹൃത്ത് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നമുക്ക് എല്ലാവർക്കും പ്രാന്ത്, ഇതൊരു പ്രാന്തൻ സിനിമയാണ്. കണ്ടു നോക്കുന്നത് ഒരു കട്ടിലൊരു മുറി, അസാധ്യ പ്രാന്തുള്ള സിനിമയാണ്, മനോഹരമായ പ്രാന്താണ്. ഹായ് ഹലോ, വെൽക്കം ടു സ്കൈലാർക്ക് പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്സ്. ഒരു കട്ടിൽ ഒരു മുറി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ചേരുന്നു രഘു സർ, പൂർണിമ ചേച്ചി ആൻഡ് പ്രിയംവദ ആൻഡ് ഷാനവാസ് സർ. വെൽക്കം ടു സ്കൈലാർക്ക് പിക്ചേഴ്സ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ്ലി രഘു സാറിൽ തന്നെ തുടങ്ങാം. ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത് സർ, ഈ ഒരു കൺസെപ്റ്റിൽ ഒരു കട്ടിൽ ഒരു മുറി, അത് എന്ത് തരം കഥയാണ്? ഒരു കട്ടിലിന്റെയും ഒരു മുറിയുടെയും കഥയാണ്. അയ്യോ, നല്ല കട്ടിലാണ്, അസാധ്യ കട്ടില്, അതിമനോഹരമായൊരു മുറി. ഇതിന്റെ ടീസർ കണ്ട സമയത്ത് ഞാൻ നോട്ട് ചെയ്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ, ഈ വീട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, പക്ഷെ ഈ കട്ടിൽ സ്റ്റിൽ എന്റേതാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ സാറിന്റെ തിരക്കഥ ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു നിഗൂഢത, ഒരു മിസ്റ്ററി നമുക്ക് പ്രതീക്ഷിക്കാം. സോ അത്തരം ഒരു പ്രണയമോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ ഇതിൽ? അങ്ങനെ പ്രതീക്ഷിക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ. അത് ആ കട്ടില് അക്കമ്മയുടെ കട്ടിലാണ്. അവള് പറയുന്നുണ്ടല്ലോ അതില്, ഈ കട്ടില് നിങ്ങൾക്ക് എടുക്കാം, മുറി എന്റേതാണെന്നോ, അത് കട്ടിലെടുക്കാം, എന്താ പറയുന്നത്? ആ, അത് തന്നെയാണ്. ഈ വീട് നിങ്ങൾക്ക് എടുക്കാം, പക്ഷെ കട്ടിലുണ്ട്. കട്ടിലിന്റെയും മുറിയുടെയും കഥയാണ്, മനോഹരമായ കഥ. അവരുടെ ആ കട്ടിലിന്റെയും മുറിയുടെയും പ്രണയ കഥയാണ്. അവര് അങ്ങനെയാണ് അതിന്റെ കഥ, അങ്ങനെയാണ്. ഒരുപാട് തലമുണ്ട്. അത് നമുക്ക് എങ്ങനെ വേണം ചിന്തിക്കാം. ഈ കട്ടിൽ എൻ്റേതാണെന്ന് അക്കമ്മ പറയുന്ന ആ ക്യാരക്ടർ പറയുമ്പോൾ അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് ഒരു വരിയിലോ ഒരു ഇമേജിലോ ഒതുക്കാൻ പറ്റില്ല. കട്ടിൽ അവരുടെ മനസ്സാവാം, അവരെന്നെ ആവാം, അവരുടെ മൊത്തം ജീവിതമാവാം. അതല്ല അവർ ഇതെൻ്റെതാണെന്ന് പറയുമ്പോൾ ഭാഷയാവാം, എന്തോ അവരെന്ന സങ്കല്പമാവാം, അവരെന്നെ കാണുന്ന അവരെ ആവാം. ഈ മുറി എന്ന് പറയുമ്പോൾ ആ മുറി അവരെ അവരെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവരെ സ്വപ്നങ്ങളാവാം, എന്തും ആവാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആലോചിക്കാം. അങ്ങനത്തെ പല തലങ്ങളും അതിനകത്തുണ്ട്. അതായത് വെറും ഒരു കട്ടിലോ ഒരു മുറിയോ അല്ല. ഓക്കെ, അപ്പോൾ അക്കാമ അവതരിപ്പിച്ച പൂർണ്ണവിശേഷമൊക്കെ തന്നെ പറയാലോ. അപ്പോൾ എന്താണ് ഇപ്പോൾ സാറ് ഇങ്ങനെ നമ്മളെ തന്നെ കുഴപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു വെച്ചു. സോ എന്താണ് ചേച്ചിയുടെ ക്യാരക്ടർ, എങ്ങനെയാണ്? അക്കമ്മ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. അക്കമ്മയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നതാണ് മധുമിയ. അത് ആ ടീച്ചറിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അക്കമ്മ എന്ന് പറയുന്നത് മനസ്സ് നിറയെ സ്നേഹമുള്ള ഒരു സ്ത്രീയാണ്. ഹാപ്പിയാണ് അക്കമ്മ എപ്പോഴും. അക്കമ്മയ്ക്ക് അക്കമ്മയുടെ ഒരു ഡേ അല്ലെങ്കിൽ ഒരു ഡേ ഇൻ അക്കമ്മാസ് ലൈഫ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചെടികളോട് കുറേ നേരം സംസാരിക്കും, അവർ പാട്ട് പാടും, പിന്നെ ചുറ്റുമുള്ള കാര്യങ്ങൾ ഓടി നടന്ന് എല്ലാവരും അന്വേഷിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സ്വഭാവക്കാരി. അവരുടേതായൊരു രോഗം അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ലോകത്ത് വരുന്ന എല്ലാവരും തന്നെ, അവരുടെ ജീവിതത്തിൽ വരുന്ന ആളുകളെല്ലാവരും തന്നെ അവരുടെ അക്കമ്മയുടെ കാഴ്ചപ്പാടിലൂടെ അവരെ ലോകം കാണിക്കുകയാണ് അക്കമ്മ. അപ്പം അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം പലേരി സാറിൻ്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമുക്കൊരു ഇതെനിക്ക് ഒന്ന് വന്നല്ലോ ദൈവമേ നമ്മൾ ആലോചിക്കുന്ന മൊമെൻറ്റ്സിൽ വളരെ പ്രധാനമായിട്ട് വരുന്ന ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എടുത്തു പറയേണ്ട കാര്യം അത് തന്നെയാണ്. ഷാനവാസ് ബാബുക്കുട്ടി അദ്ദേഹമാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഇല്ലേ ശരിക്കും? മുൻപ് വർഷങ്ങൾക്ക് മുൻപ് സാറിന്റെ മുതൽ പൂജ്യം വരെ അതില് ഒരു ബാലതാരായിട്ടെന്തോ മറ്റോ ബാലതാരം പറയാൻ പറ്റുമോ? ഇരിക്കുന്നു അങ്ങോട്ടേക്കോട്ട് ഓടി നടക്കുന്നതൊക്കെ മൂട്ടിയൊക്കെ പിടിച്ച് വലിച്ചു ഇറങ്ങിയിരിക്കും പറയാൻ. അവളുടെ ശബ്ദം ഉണ്ടായിരുന്നു, പാട്ട് പാടിയിട്ടുണ്ടാവുള്ളൂ. അതൊക്കെ വലിയൊരു സിഗ്നേച്ചർ അല്ലേ ആ പ്രായത്തില്. വളരെ നല്ല അനുഭവം. അതൊക്കെ ഒരു നമ്മുടെ സ്വകാര്യ സന്തോഷങ്ങളാണ്.
എന്നും ഇപ്പം ഈ അക്കമ്മയായിട്ട് എൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോഴും അല്ലെങ്കിൽ വന്നപ്പോഴും എൻ്റെ മനസ്സ് നിൽക്കുന്നത് ഇപ്പോഴും ആ 1 മുതൽ 0 വരെയുള്ള അവളുടെ ഇതാണ്. അത് ഞങ്ങൾ അറിയാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അവിടെ വെച്ചിട്ട്. അപ്പോൾ പ്രിയംവദയിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു തൊട്ടപ്പിന് ശേഷം നിങ്ങൾ രണ്ടും വീണ്ടും ഒരുമിക്കുകയാണ്. സോ എന്താണ് നമ്മുടെ ക്യാരക്ടർ? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മധുമിയ എന്നാണ്. എൻ്റെ ക്യാരക്ടർക്ക് 2 പേരുകൾ തന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. 2 പേരുണ്ടെന്ന് പറയുമ്പോൾ 2 അല്ലല്ല, കടന്ന ചിന്തിക്കുകയാണ്. മധുമിയ വളരെ സിമ്പിളാണ്. അപ്പോ ഒരു കാര്യം ചേർത്തോട്ടെ, കടന്ന് ചിന്തിക്കുന്നത് ആരാ എഴുതിയതെന്നും കൂടെ അപ്പോ ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചെന്ന് എനിക്ക് എന്താ ആസ് എൻ ആക്ടർ എനിക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റും തോന്നിയത് മധുമിയ വന്നപ്പോഴാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ബിക്കോസ് ആസ് എൻ ആക്ടർ നമ്മൾ പലതരം വേഷങ്ങൾ ചെയ്യണം എന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ മധുമിയെ എനിക്ക് തന്നൊരു താങ്ക് യു. ആൻഡ് ഈ ക്യാരക്ടറിനെ നിങ്ങൾ കാണുമ്പോൾ, സ്ക്രീനിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ റിലേറ്റബിൾ ആയിരിക്കും. നിങ്ങൾ ജീവിതത്തിൽ കണ്ട ചിലവരിൽ നിങ്ങളൊരു മധുമിയെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ മധുമിയനെ കണ്ടിട്ടുണ്ടാവും. ലൈക്ക് എടുക്കുന്ന ചില തീരുമാനങ്ങളോ അല്ലെങ്കിൽ ആലോചിക്കുന്ന ഒരു രീതി, റിയാക്ട് ചെയ്യുന്ന ചില രീതികൾ. കാരണം ഇത് വായിക്കുമ്പോൾ എനിക്ക് തന്നെ എവിടേക്കോ ഞാനും ഒരു മധുമിയാണെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് അത് ഓഡിയൻസ് കാണുമ്പോൾ അവരും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരിക്കും. ആൻഡ് പറഞ്ഞതുപോലെ എൻ്റെ സെക്കൻഡ് ടൈം ആണ് ഷാനവാസൊക്കെയായിട്ട് വീണ്ടും റീയുണൈറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ വർക്ക് ചെയ്ത ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഇനി മുന്നേ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ഫീലിംഗ് ആണല്ലോ. ആൻഡ് പലരി സാറിൻ്റെ സ്ക്രിപ്റ്റിൽ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റാന്ന് പറയുമ്പോൾ ഒരു വലിയ ഭാഗ്യമാണ്. അതെ, ഓക്കെ. ഇപ്പോൾ ഷാനവാസ് കയ്യിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ബേസ് ആണോ അത് ആദ്യം ഉണ്ടാവുന്നത്? നിങ്ങൾ തമ്മിലൊരു ഡിസ്കഷനും കണക്ഷനും എങ്ങനെയാണ് ഉണ്ടായത്? ഞാൻ കട്ട രഘുനാഥ് പലേരി അഖില കേരള ഫാൻസിന്റെ പ്രസിഡന്റ് ഞാനാണ്. ഒരു മെമ്പർഷിപ്പ് സെക്രട്ടറി പ്രസിഡന്റ് സാറാണ്. ഞാനാണ്. ഒരു മെമ്പർഷിപ്പ് ആലോചിക്കാം. അങ്ങനെ അതിലേക്ക് മെമ്പർമാരെ കൊടുക്കാൻ ഞാൻ തന്നെ മെമ്പർഷിപ്പ് വെച്ച് കിട്ടിയിട്ടില്ല. ടൈറ്റാണ് ഇതെല്ലാവർക്കും തന്നാൽ കിട്ടുന്ന. ഞാൻ പലേരി സാറിന്റെ കട്ട ഫാനാണ്. അപ്പം എൻ്റെ സിനിമകൾ ഇഷ്ടപ്പെട്ട 5 സിനിമകൾ എടുക്കാൻ പറഞ്ഞാൽ ആദ്യത്തെ സിനിമ ഞാൻ പറയും പൊന്മുട്ടിടുന്ന താറാവ്, അന്നേ റസൂൽ. അങ്ങനെ എൻ്റെതായ കുറച്ച് ഒരു 5 സിനിമയാണ്. ഈ പൊന്മുട്ടിടുന്ന താറാവ് എത്ര തവണ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഉത്തരം പറയൽ അസാധ്യം. അത്ര തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ചില സമയത്ത് ഞാൻ ബോറടിച്ചിരിക്കുമ്പോൾ കൈരളി ചാനൽ വയ്ക്കും. അവര് രാത്രി കാണാം മഴവിൽ കവടിയും അല്ലെങ്കിൽ പൊന്മുടുന്ന താറാവോ. ഇത് ഉറപ്പായിട്ടും ഉണ്ടാവാറുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഓരോ തവണ കാണുമ്പോഴും ഞാൻ സാറെ വിളിക്കും, എനിക്കൊന്ന് കാണണം. അപ്പോൾ എന്നോട് പറയും സമയമായിട്ടില്ലേ. ഞാൻ പറഞ്ഞില്ല, മെമ്പർഷിപ്പ് കിട്ടാൻ ഭയങ്കര ടഫാണ്. അവസാനം ഞാൻ തൊട്ടപ്പൻ്റെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പം ഒരു ദിവസം കൂടുതൽ റഫീക്ക് പോയി, ഞാൻ ഒറ്റയ്ക്കായി. അപ്പം നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇരുന്നപ്പം എൻ്റെ മൊബൈലിൽ പൊന്മുട്ടുന്ന താറാവ് പ്ലേ ചെയ്തു. കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു, എനിക്ക് ഇന്നും നിങ്ങളെ കാണാനുള്ള അവസരം തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുള്ളോടത്ത് വന്ന് നിങ്ങളെ കാണും. അപ്പോൾ വീട്ടിലോട് നീ എവിടെയുള്ളത്? ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ ഇവിടെ വൈറ്റിലാണ് എൻ്റെ വിളക്ക്, ഞാൻ കടവന്ത്രണ്ട് നീ ഇങ്ങോട്ട് പോകും. ഒരു ഉച്ച സമയം ഒരു അരമണിക്കൂറൊക്കെ പോരെ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ അരമണിക്കൂർ ധാരാളം, 10 മിനിറ്റ് മതി നിങ്ങളൊന്ന് കാണാം. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഇരുന്ന ഇരിപ്പ് രാത്രി ഒരു 9 മണിയായിരിക്കും സാറിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകും. അത്ര അധികം നമ്മളെ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായി അദ്ദേഹം മാറി. അപ്പം ഈ തിരക്കഥയിലേക്ക് വരുന്നത് ഇപ്പോൾ തൊട്ടപ്പനിൽ അദ്ദേഹത്തെ ഞാൻ അഭിനയിപ്പിച്ചു, അദ്രുമാൻ എന്ന് പറഞ്ഞ. അന്ന് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അഭിനയിപ്പിക്കും, നിലവിലുള്ള ഒരാളുടെ ഫേസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ക്യാരക്ടറിൽ നിലവിലൊരു നടന്മാരെ ഫേസ് എനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. സാറെ കണ്ടപ്പോൾ സാറന്നാണ് അദ്രുമാൻ. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് മുടിയൊക്കെ ചെമ്പിച്ച് നമ്മൾ കണ്ട് എവിടെയോ ഒരു മലബാറിൽ എവിടെയോ കണ്ട് ഇങ്ങോട്ടേക്ക് കുടിയേറി പാർത്ത ഒരു മനുഷ്യൻ. സാറോട് ചോദിച്ചു, സഹായം ചോദിച്ചു. അദ്ദേഹം സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ പിടിച്ച് തള്ളി അഭിനയ രംഗത്തേക്ക് ഇട്ടു. അവിടുന്ന് ഉള്ള ഒരു ബന്ധം ഞങ്ങൾ. അപ്പം ഞാൻ സാറെന്ന് പുള്ളിനെ വിളിക്കാറില്ല. ഇപ്പം ഇൻ്റർവ്യൂസിൽ മാത്രമേ പുള്ളിയെ സാറെന്ന് വിളിക്കാറ്. ഞാൻ പേഴ്സണലി പുള്ളിനെ വിളിക്കാറ് ഉപ്പച്ചി എന്നാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഹൃത്തുക്കളാണ്, ഭയങ്കര കൂട്ടുകാരാണ്.
ഇപ്പോൾ ചില സമയത്ത് എന്നേക്കാൾ ഭയങ്കര ഞാൻ ഈ ഒരു 17 വയസ്സാണ് എനിക്ക് കിട്ടിട്ടുള്ളത്. പുള്ളിക്ക് ഒരു 10 വയസ്സിൽ അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഭയങ്കര രസമാണ് പരിപാടി. ഞാൻ നേരത്തെ പലരോടും പറയാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായി ടെൻഷനോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ രഘുനാഥ് പലേരിയെ വിളിക്കുക. നിങ്ങളുടെ മെൻ്റലി കാര്യം ഞാൻ പേഴ്സണലി എനിക്ക് എപ്പോഴും ഞാൻ എന്തൊരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ ആദ്യം വിളിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ ഓക്കെ, നമുക്ക് സൊല്യൂഷൻ ഉണ്ടാവും. ദെൻ മനസ്സിന് എന്തിനാ നമ്മൾ ഇത്ര ചിന്തിച്ചു കൂട്ടിയെന്നും തോന്നും. അപ്പോൾ ധൈര്യ സമയത്ത് ഇന്റർവ്യൂ ആണ് എല്ലാവരും രഘുനാഥ് പലേരിയെ വിളിക്കുക. അതെന്റെ ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങളെല്ലാ പ്രശ്നത്തിനും ഉത്തരവ് അദ്ദേഹം തരുന്നതാണ്. ഇനി ചോദിച്ച ചോദ്യത്തിലേക്ക് പറയാം. എന്നോട് തൊട്ടപ്പം കഴിഞ്ഞ ശേഷം തൊട്ടപ്പം കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് സാർ പല കഥകളും എന്നോട് പറയാറുണ്ട്. എല്ലാ കഥകളും ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരുപാട് തിരക്കഥകളും കഥകളും സാറിൻ്റെ കയ്യിലുണ്ട്. ഞാൻ തന്നെ ഇനിയും ചെയ്യാൻ ആഗ്രഹിച്ച ഒരുപാട് കഥകളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു കഥയാണ് ഒരു കട്ടിൽ ഒരു മുറി. അപ്പം അതിൻ്റെ ആ കഥ അന്ന് പൂർണ്ണമായ തിരക്കഥയിൽ സാർ അതിൻ്റെ ഐഡിയ കുറച്ച് ത്രെഡല്ല, കുറച്ച് സീൻ സാർ എഴുതി എനിക്ക് വായിച്ചു തന്നു. ഞാൻ സാറോട് പറഞ്ഞു, ഇതാണ് എൻ്റെ അടുത്ത സീൻ, ഇതെനിക്ക് എഴുതി തരാം. അന്ന് ഞങ്ങൾക്കൊരു പ്രൊഡ്യൂസറില്ല, പ്രൊഡക്ഷൻ ഹൗസില്ല, ഒന്നുമില്ല. പക്ഷെ സാറ് അത് പറഞ്ഞ് ഫുൾ ബൈൻഡ് ചെയ്ത് സ്ക്രീൻ പ്ലേ ആണ് എന്നെ ഏൽപ്പിച്ചത്. അതുവരെ സാറ് പറയാടെ ഞാൻ ഇന്ന സീൻ എഴുതി, ഇന്ന കഥാപാത്രമാണ്. അപ്പം എനിക്കിങ്ങനെ കൊതിയായി, ഇതൊന്നും കയ്യിൽ കിട്ടണമല്ലോ, ഇത്. അങ്ങനെയാണ് അതിലേക്ക് എത്തിയത്. അല്ലാതെ സാറും ഞാനും ഇങ്ങനെ ഒരുമിച്ച് ഇരുന്നിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഇതിലൊരു പാട്ട് നെഞ്ചിലേ എന്നുള്ള പാട്ടുണ്ട്, നിങ്ങളിപ്പം കേട്ടിട്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് കേട്ടു. ആ പാട്ട് എഴുതിയ സാറാണ്. അപ്പം പക്ഷെ ഞങ്ങള് ഈ സിനിമയിൽ ആദ്യം ഉണ്ടായത് ആ പാട്ടാണ്, അല്ലേ? ആത്മാവാണ് ആ പാട്ട്. സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എഴുതി വന്നു. അപ്പൊ ആ പാട്ടിന്റെ വരികൾ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ സിനിമ എന്തെങ്കിലും കിട്ടായിരിക്കും. സിനിമ കിട്ടാൻ ടെൻഷനൊന്നും അടിക്കണ്ട. 27-ാം തീയതി എനിക്ക് എന്താ പറയുക, സാറിന്റെ കഥകൾ എപ്പോഴും ഇപ്പൊ ഞാൻ എന്താ പറയാൻ കാരണം വെച്ചാൽ ഇപ്പൊ ദേവദൂതനാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു സിനിമ ദേവദൂതനാണ്. അപ്പോൾ അതുപോലെ തന്നെ സാറിന്റെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ പോലുള്ള സിനിമകൾ, ഫാന്റസി സിനിമകളോടുള്ള സാറിന്റെ ഒരു അഭിനിവേശമില്ലേ? അപ്പോൾ ഇത് ശരിക്കും ഈ ഫാന്റസി സിനിമകൾ ഒരുപാട് മലയാളത്തിൽ സംഭവിച്ചിട്ടില്ല. അപ്പോൾ സാറിനെ പോലുള്ള ആളുകളാണ് ഇത്തരം ഒരു എഴുത്തിലേക്ക് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരുപാട് എഴുത്തുകാർ നമുക്കുണ്ട്, അത് മറന്നിട്ടല്ല പറയുന്നത്. ബട്ട് സ്റ്റിൽ ഇത്തരം സിനിമകൾ നമുക്ക് കുറവാണ്. അപ്പോൾ ഈ ഒരു ഫാന്റസിയോടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, അത്തരം സിനിമകൾ സംഭവിക്കണം എന്നുള്ളൊരു ആഗ്രഹം, അത് സാറിൻ്റെ എന്താണ് അത് അങ്ങനത്തെ സിനിമകളോട് താല്പര്യം? എൻ്റെ ജനനം തന്നെ ഒരു ഫാൻറ്റസി അല്ലേ? നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജനനം എന്ന് പറയുന്നത് ഒരു ഫാൻറ്റസിയാണ്. അച്ഛൻ അമ്മയെ അതിയായി സ്നേഹിക്കുന്ന നിമിഷമല്ലേ നമ്മളുടെ ജനനം തുടങ്ങുന്നത്. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം എന്ന് പറയുന്ന ഒരു ഫാൻറ്റസി അല്ലേ, സാങ്കല്പികമായ. നീ മാരീഡാണോ? അതെ. നിനക്ക് നിൻ്റെ ഭാര്യയുള്ള സ്നേഹം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഭാര്യയ്ക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? ഇല്ല. എത്ര പറഞ്ഞാലും അവൾ എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല, നീ പത്ര പറഞ്ഞാൽ അവൾക്കും മനസ്സിലാവില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നമ്മുടെയൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തിൻ്റെ ഒരു പരമോന്നത ഘട്ടത്തിലാണ് നമ്മൾ ജനിക്കുന്നത് തന്നെ. ആ പരമോന്നത ഘട്ട സമയത്ത് അമ്മയോ അച്ഛനോ പറയാണ് ഇന്ന് വേണ്ട നാളെ ആവാന്ന് പറഞ്ഞ് നമ്മൾ ജനിക്കുമോ? നീ ഇപ്പം ഉണ്ടാവോ? ഞാനുണ്ടാവോ? ഒരു കെട്ടിൽ ഒരു മുറി പോയിട്ട് 2 കെട്ടിൽ 2.5 മുറിയാവൂലേ? നമ്മളുണ്ടാവില്ല. അപ്പം നമ്മുടെ ജന്മം തന്നെ ഒരു ഫാൻറ്റസിയാണ്. 2 പേരുടെ ഒരു ഫാൻറ്റസി മൂഡിലാണ് നമ്മൾ ജനിക്കുന്നത്. ഇവരൊന്നും ഉണ്ടാവില്ല. ഇപ്പം പൂർണിമയുടെ അച്ഛനും അമ്മയും ആ സമയത്ത് അച്ഛൻ പറയാണ് ശനിയാഴ്ച ആക്കാന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ഇന്ദ്രജിത്തന്നെ കൊണ്ടിപ്പോവില്ലേ? ഞാനുണ്ടാവില്ലല്ലോ, പ്രിയംവദ ഉണ്ടാവില്ലല്ലോ, അദ്ദേഹം ഉണ്ടാവില്ലല്ലോ, നമ്മുടെ സംവിധായകൻ ഉണ്ടാവില്ലല്ലോ. ഈ പടം ആര് ഡയറക്റ്റ് ചെയ്യും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സോ ഫാൻറ്റസി നമ്മുടെ തുടക്കം മുതലേ ഉണ്ട്, ജന്മം മുതലേ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ദേവദൂതനൊക്കെ ചിന്തിച്ചു പോകും, അറിയാണ്ട് ചിന്തിച്ചു പോകും. അത് ഞാൻ എന്ത് നിങ്ങളോട് പറഞ്ഞാലും ഞാൻ ചോദിച്ചതിന് മറുപടി പറയുന്നില്ല, വേറെ ഞാൻ എന്ത് പറഞ്ഞാലും എങ്ങനെയാണ് ഫാൻറ്റസി എന്ന് എങ്ങനെയാണ് നമ്മൾ പറയുക? ഫാൻറ്റസിയുടെ ഭ്രമം എനിക്ക് അന്ന് തുടങ്ങിയതാണ്. അച്ഛൻ്റെ അമ്മയുടെ ആ സ്നേഹം കണ്ട അന്ന് ഞാനുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ജനനത്തിന് മുമ്പ് തന്നെ എവിടെയൊക്കെ ഉണ്ട്. പക്ഷെ വേറൊരു പ്രൊപ്പോഷലാണെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം, ഒരു തമാശയായിട്ട്. എന്താ കണികളൊക്കെ
അത് ഇംഗ്ലീഷിൽ, മലയാളത്തിൽ വേറെ ഉണ്ട്. ആരോ ഒരാളാണ് വീണ്ടും play. ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട്. അപ്പൊ ഒരാളുണ്ട്. അപ്പോൾ അച്ഛന് അമ്മയോട് പറയാനുണ്ടായത് എന്തോ ഒരു കാര്യം പറഞ്ഞതിൻ്റെ അവസാനത്തിലാണ് നമ്മളൊക്കെ ജനിക്കുന്നത്. ഇങ്ങനെ കണ്ടു നോക്കൂ, ചിന്തിച്ച് നോക്കൂ, രസമല്ലേ ഇതൊക്കെ. അതെ. നമ്മളിങ്ങനെ പിന്നെന്തിനാ വെറുതെ നമ്മൾ ആ ഒരു പോയട്രി, ആ ഒരു കവിത്വം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? അച്ഛൻ അമ്മയെ എങ്ങനെ സ്നേഹിച്ചോ അല്ലെങ്കിൽ അമ്മ അച്ഛനെ എങ്ങനെ സ്നേഹിച്ചോ എന്ന് തോന്നുന്നൊരു സമ്പൂർണ്ണ നിമിഷത്തിലാണ് നമ്മളുടെ ജന്മം ആരംഭിക്കുന്നത്. അതേപോലെയാണ് ഓരോ കഥയും നമ്മളിലും ഉണ്ടാകുന്നത്. ഞാനും എൻ്റെ സ്നേഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം. അതാണ് ഞാനിപ്പോൾ തമാശയായിട്ട് പൂർണിമയ്ക്ക് കണ്ണാടി കാണിച്ചപ്പോൾ ആ കണ്ണാടിയിൽ വീണ പൂർണിമയെ കാണാനാണ് ഞാൻ നോക്കിയാൽ കണ്ണാടി എടുത്ത് വാങ്ങി നോക്കിയത്. പക്ഷെ എന്നെയാണ് കണ്ടത്, എൻ്റെ അടുത്ത് പരാതി പറയാ എന്നെ കാണുന്നില്ല. പിന്നെ കാണുന്നില്ല. അത് നമുക്കത് ഒരു സെക്കൻഡ് നേരത്തെ നമുക്ക് ആസ്വദിക്കാം. അതിന് മറ്റേ യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്തായി പോകും. കാണുന്നവർ പറയും നമുക്ക് ഭ്രാന്താണ്. അത് റാഷണലായിട്ട് എപ്പോഴും ചിന്തിക്കുന്നത് കൊണ്ടാണ്. നമ്മൾക്ക് ഇങ്ങനൊരു ഫാൻറ്റസിയിൽ നിന്നുകൊണ്ട് എത്ര കാലം എന്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും? ആശയ്ക്ക് പെട്ട അവസ്ഥയിലാണ്. അല്ല സോറി മനസ്സിലാക്കാൻ നമുക്ക് കുറച്ചുകൂടി ഇത് നമ്മുടെ ഒരു ഒന്നിക്കൽ ഞാൻ ഇല്ല. സാറിന്റെ ആ കൺസെപ്റ്റ് പരിപൂർണമായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്തരം സിനിമകളാണ് ഇഷ്ടം. ഞാനിത് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യം. എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ചിരിച്ചിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ അടുത്ത് അമ്മ കേട്ടിട്ട് അമ്മ ചിരിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞു? ഈ പറഞ്ഞ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. സംസാരിച്ച എല്ലാ വിഷയം ഇതിനു മുന്നേ അച്ഛനോട് സംസാരിച്ചിട്ടുള്ളതാണ്. അച്ഛൻ്റെ സ്നേഹത്തിന്റെ അവസ്ഥ അതൊക്കെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എനിക്ക് ഇത്രയും സന്തോഷം ജീവിതത്തിൽ കിട്ടിയതും ഇത്രയും ആനന്ദം കിട്ടുന്നതും ഇപ്പം ഈ ഇരുത്തം പോലും കിട്ടിയത് തന്നത് എന്താണ്? അതിൻ്റെ അടിസ്ഥാനം എന്താ? അല്ലെങ്കിൽ ഒന്നുകിലൊരു മാധവി അല്ലെങ്കിൽ ദാമോദരനല്ല എൻ്റെ സ്ഥാനത്ത് വരിക. അതിൻ്റെ ആലോചിച്ച് നോക്കും. ജസ്റ്റ് ആലോചിച്ച് നോക്കൂ, ചുമ്മാ ആലോചിച്ച് നോക്കൂ. നിനക്ക് പോരാൻ വരെ വേറെ ആളായിരിക്കും. ഇങ്ങനെ മുടി പോലും ഉണ്ടാവില്ല. അത് വേറെ താടി നീട്ടിയ വേറെ ആരായിരിക്കും. ഇതൊരു വട്ട് ചിന്തയാണ്. പക്ഷേ ഏറ്റവും ഉദാത്തമായി ചിന്തിക്കാവുന്നൊരു സംഗതിയല്ലേ. ചുമ്മാ നീ ചോദിച്ചോ, നീ തളർത്തിയോ? ഞാൻ ഇല്ലല്ലോ, ഒരിക്കലും. അപ്പോൾ ഇനി പൂർണിമാടത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു മുറി ശരിക്കും ഒരു കട്ടിൽ ഒരു മുറി എന്നുള്ള ഒരു ടാഗ് ലൈൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കുടുംബപരമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ പണ്ടത്തെ ആളുകളൊക്കെ ഒരു കട്ടിലും ഒരു മുറിയിലൊക്കെ താമസിച്ചിരുന്ന ആളുകളാണ്. ഇപ്പോൾ മല്യാമ്മയൊക്കെ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ, കുട്ടികളൊരു പ്രായമായി കഴിഞ്ഞാൽ അവരുടേതായ ഒരു സ്പേസ് അവർക്ക് കൊടുക്കുന്നതാണ് നല്ലത് എന്നുള്ളത്. അപ്പോൾ ഒരു പൂർണിമ ചേച്ചിയുടെ ഒരു മൈൻഡ് സെറ്റിൽ എന്താണ് ശരിക്കും ഒരു കൂട്ടുകുടുംബമായിട്ട് നമ്മൾ നിൽക്കുമ്പോഴാണോ നമുക്കൊരു ഐക്യവും ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ടാവുക, അതോ നമ്മൾ മാറി താമസിക്കുമ്പോഴാണോ ഉണ്ടാവുക? അതെനിക്ക് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസ് കുറവാണ്. എനിക്കിപ്പോൾ ന്യൂക്ലിയർ ഫാമിലി എക്സ്പീരിയൻസേ ഉള്ളൂ. ഞാൻ വളർന്നതും ന്യൂക്ലിയർ ഫാമിലിയിലാണ്, എൻ്റെ കുട്ടികൾ വളരുന്നതും ന്യൂക്ലിയർ ഫാമിലിയിലാണ്. അപ്പോൾ അത് ബാക്കി സുഹൃത്തുക്കൾ പറഞ്ഞ് കേട്ടതേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, വല്ലപ്പോഴും നമ്മൾ വെക്കേഷനൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് കുറച്ച് കാലം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് വിചാരിക്കും, ഓ ഇതെന്ത് രസമാണ് ഇത് തന്നെ ആവാമല്ലോ. എപ്പോഴും കുറച്ച് കൂടുതലായി കഴിയുമ്പോൾ പറയാം ഒറ്റയ്ക്ക് താമസിക്കുന്ന സമാധാനം, നിങ്ങൾ എപ്പോഴാണ് വീട്ടിൽ പോകണേ എന്ന് ചോദിച്ചു. പക്ഷെ അതെനിക്ക് തോന്നുന്നു എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് മൈനസ് നെഗറ്റീവ്സ് എന്ന് പറയുന്നില്ല, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള റീസണിങ്സ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടാണ് അതിന് ഒരു അർത്ഥം കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂട്ടുകുടുംബമാണെങ്കിലും ഇൻഡിവിജ്വലി നമ്മളിപ്പോൾ ചെറിയ കുടുംബത്തിൽ ജീവിക്കുകയാണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ നമുക്കൊരു ഹെൽത്തി എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നതാണ് എല്ലാവരും ശ്രമിക്കുന്നത്, അല്ലേ? അവിടെയുള്ള മനുഷ്യർ ഹാപ്പി ആയിട്ട് കംഫർട്ടബിളായിട്ട് അവർക്ക് അവരുടെ ജീവിതം, അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റണം. അവരുടെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള പ്രൊഫഷണൽ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. സന്തോഷമുള്ള ഒരു അന്തരീക്ഷം ഉളവാക്കുക എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. കൂട്ടുകുടുംബമാണെങ്കിലും ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിലും അതുണ്ടാവുന്നത് പോലെ എന്താണെങ്കിലും നല്ലതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ചില സമയത്ത് ആലോചിക്കും, കൂട്ടുകുടുംബമായിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഇന്ദ്രൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറയും എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ നമ്മുടെ ജീവിതം എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. അപ്പം ഓരോ അമ്മയുടെ കാര്യങ്ങൾ പറയും. അപ്പൊ ഇന്ദ്രൻ അച്ഛനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് അച്ഛനൊക്കെ എങ്ങനെ സംസാരിക്കും, എല്ലാരും കൂടെ അറിഞ്ഞേനെ ഇപ്പോ നിങ്ങളെല്ലാരും പറഞ്ഞേനെ. പക്ഷെ നമ്മളങ്ങനെ ആലോചിച്ച് നോക്കാറുണ്ട്. കാരണം ഒരു വലിയ ഫാമിലി ആണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ജീവിക്കുക.
അത് എല്ലാത്തിനും ഈ പറഞ്ഞ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ പറ്റുന്ന എന്തും നല്ലത് തന്നെയാണ്. അത് എല്ലാവരും ഇൻഡിവിജ്വലി ത്രൈവ് ചെയ്യാൻ പറ്റണം, അവരുടേതായ രീതിയിൽ ത്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം. ഓക്കെ. പ്രിയ, ഇപ്പോൾ പ്രിയയിലേക്ക് ഇപ്പോൾ നമ്മുടെ ഷാനവാസ് സാറായിരുന്നു അതൊരു ഫാക്ടറായിട്ടുണ്ടായിരുന്നത് ഈ ഒരു കഥ കേൾക്കുമ്പോൾ ഓക്കെ ഇത് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്, അതോ കഥയാണോ ക്യാരക്ടറാണോ? മെനി ഫാക്ടേഴ്സ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഷാനവാസിക്ക ഒരു വലിയ ഫാക്ടറാണ്. പിന്നെ എൻ്റെ സിനിമ എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച ഡയറക്ടറാണ്, അപ്പോൾ അത് വലിയ ഫാക്ടറാണ്. പിന്നെ പലേരി സർ ഒരു വലിയ ഫാക്ടറാണ്. പലേരി സർ ആദ്യമായിട്ട് അഭിനയിച്ച പടം തൊട്ടപ്പനല്ലേ, അതിൽ സാറിന്റെ ആദ്യത്തെ ഷോട്ട് എൻ്റെ കൂടെ ആയിരുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ, ഭയങ്കര ഭാഗ്യമായിരുന്നു. എന്നെ അനുഗ്രഹിച്ചത് ആദ്യം എന്നെ അനുഗ്രഹിച്ചു. പ്രിയ അപ്പോഴേക്ക് കുറച്ചും കൂടെ ഷോട്ടുകൾ അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സീനിയർ ആദ്യത്തെ ഷോട്ട് അവളുടെ കൂടെയാണ്. ഷോട്ട് കഴിഞ്ഞ് പൂച്ച രണ്ടുപേരും എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അവർക്ക് ഓർമ്മയില്ല എൻ്റെ ആണ്. ഞാൻ അവളോട് ചോദിച്ചു എന്നെ അനുഗ്രഹിക്കുന്നത്, അവൾ തൊടുകയും ചെയ്തിട്ടുണ്ട് തരാം. അത് വലിയൊരു ഫാക്ടറായിരുന്നു. പിന്നെ ഡെഫിനറ്റ്ലി കഥ നിങ്ങളുടെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. അപ്പോൾ ആര് ഈ സ്റ്റോറി വായിച്ചാലും അവരുടെ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് ഇത് ചെയ്യണം എന്ന് തന്നെയായിരിക്കും. ആൻഡ് നോട്ട് ജസ്റ്റ് എനിക്ക് എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, എനിക്ക് ഈ പടത്തിലുള്ള എല്ലാം ക്യാരക്ടേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ ആ ഒരു ലോകത്ത് ഭാഗമാവണം എന്ന് ഒരു 100% ഒരു ഡിസിഷൻ മേക്കിംഗ് തന്നെയായിരുന്നു. ആൻഡ് ഓൾ ദ ഫാക്ടേഴ്സ്. ഓക്കെ. ഷാനവാസ് സാർ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമ്മുടെ കിസ്മത്ത് മൂവി ചെയ്തു, അതിനുശേഷം ഏകദേശം ഒരു 4 വർഷത്തോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നു തൊട്ടപ്പൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 വർഷത്തോളം ആയി അടുത്തൊരു സിനിമ. 4 വർഷം കൂടെ എടുക്കും അടുത്തൊരു സിനിമ. അല്ലാതെ അത് ഒരു എന്താ പറയാ ഇന്റൻഷനലി ചെയ്യുന്നതാണോ അതോ? അങ്ങനൊന്നും അല്ല. ഇപ്പം അതങ്ങനെ സംഭവിച്ചു പോണതാണ്. ഇപ്പം കിസ്മത്ത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഇട്ട് അങ്ങനൊന്നും അല്ല. ഒന്ന് എല്ലാം ഓൾമോസ്റ്റ് ഒരു 4 വർഷം. അതങ്ങനെ 4 അത് നീ അടുത്ത പടം അത് ബ്രേക്ക് ചെയ്യണം എത്രയും പെട്ടെന്ന് തിരക്കഥ എഴുതുക, നമുക്കൊരു സിനിമ ഉടനെ തന്നെ ഷൂട്ട് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. അങ്ങനെയൊന്നുമല്ല. അതങ്ങനെ സംഭവിച്ചു പോയി, അത്രേ ഉള്ളൂ അതിനകത്ത്. പക്ഷെ അതൊക്കെ നല്ലതാണ്. കാരണം ഈ ഇത്രയും സമയം എടുക്കുന്നത് എനിക്ക് എൻ്റെ സിനിമയ്ക്കകത്ത് കൂടുതൽ വർക്ക് ചെയ്യാനും അതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്യാം. അപ്പം തൊട്ടപ്പൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ജനിച്ചു വളർന്ന പൊന്നാനിയിലാണ്. അപ്പം എനിക്കൊരു എൻ്റെ ചൈൽഡ്ഹുഡിലോ എൻ്റെ പഠനകാലത്തോ ഒന്നും എനിക്കൊരു ക്രിസ്ത്യൻ സുഹൃത്തില്ല. ഞാനൊരു ക്രിസ്ത്യൻ കല്യാണത്തിൽ പങ്കെടുത്തിട്ടില്ല, മാമോദീസ് അറിയില്ല, എനിക്ക് കുരിശ് വരയ്ക്കാൻ അറിയില്ല ബേസിക്കലി. പക്ഷേ തൊട്ടപ്പൻ എന്ന് പറയുന്നൊരു പൂർണ്ണമായ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ അവരുടെ ജീവിത ശൈലിയൊക്കെയുള്ള, അപ്പം അത് പഠിക്കാനും ചുറ്റിക്കറങ്ങി ഈ പള്ളികളിൽ കയറി അവിടുത്തെ ചടങ്ങുകൾ ഇതൊന്നും മുഴുവൻ സിനിമയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ആ കൾച്ചറൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം എടുത്തു. ഇപ്പോൾ പ്രിയനെ തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോ വെച്ച് കൊണ്ട് സ്റ്റേ ചെയ്തു, സ്ലാങ് പഠിപ്പിച്ചു, വള്ളം തുഴയാൻ പഠിപ്പിച്ചു. നന്നായി വള്ളം തുഴച്ചു. കഴിഞ്ഞ ഏതൊരു വള്ളം കളിക്ക് ടീം പ്രിയനെ വിളിച്ചു തുഴയാൻ വേണ്ടിയിട്ട്. നന്നായി തുഴയും സീരിയസ്ലി. വളരെ രസകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര മഴ പെയ്തു. വിനായകനും പ്രിയംവദയാണ്. അപ്പം നല്ല ഒഴുക്ക്, അത്യാവശ്യമുണ്ട്, ഒഴുക്കുണ്ട്. പ്രിയ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിനായകൻ ടെൻഷനായിട്ട് ഓൾ ക്രൂ ടെൻഷൻ ചെയ്യും. പക്ഷെ പ്രിയ വള്ളം തിരിച്ചു കൊണ്ടുവന്ന് തിരിച്ച് അതേ സ്ഥലത്ത് കൊണ്ട് സേഫായിട്ട് ലാൻഡ് ചെയ്യും. അസാധ്യത. അത് വളരെ പ്രിയക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു, അതാണ് നേരത്തെ എന്നോട് ആരോ ചോദിച്ചു എന്തുകൊണ്ട് പ്രിയനെ വീണ്ടും കാസ്റ്റ് ചെയ്യുന്നത്. ഒരു സാധനം ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ ഔട്ട്പുട്ട് കൊടുക്കാനും അതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് പ്രിയൊക്കെ ഉണ്ട്. പിന്നെ ഈ സിനിമയിൽ പ്രിയ നമ്മളെ പറ്റിക്കുകയും ചെയ്തു. ഈ സിനിമയിൽ പറ്റിച്ചു. അതായത് ഇതിനകത്തേക്കുള്ള കാസ്റ്റിംഗ് കൊടുത്ത് കുറച്ച് ഗുണ്ടകളെ വേണമെന്ന് പറഞ്ഞു. ഗുണ്ടകളെ വേണമെന്നാണ്. അപ്പൊ എനിക്കൊരു മെസ്സേജ്, വോയിസ് മെസ്സേജ്, ഞാൻ വരട്ടെ, കാസ്റ്റിംഗ് കോള് കണ്ടു, ഞാൻ വന്നിട്ട് ഓഡീഷൻ തരട്ടെ. ഞാനിത് വായിച്ച് കുറെ കാര്യം നമ്മള് ഗുണ്ടകൾക്കാണ് കൊടുത്തിരുന്നത്. പ്രിയനിപ്പോ എങ്ങനെ ഗുണ്ടാക്കാൻ പറ്റും? പക്ഷെ അതൊരു സൈക്കോളജിക്കൽ മൂവ്. അത് പ്രിയ അഭിനയിക്കാൻ റെഡിയാണ്, ഇതിലെ നായിക. അപ്പൊ പ്രിയ വിളിച്ചു, റെഡിയാണെങ്കിൽ പോലും നമ്മൾക്ക് വീണ്ടും അഭിനയിക്കാം. അങ്ങനെ കംഫർട്ടാണ് നമുക്ക് പ്രിയ ആണെങ്കിലും. ഇപ്പൊ പ്രിയ എന്നല്ല ഈ സിനിമയിൽ അഭിനയിച്ചു. ഇപ്പൊ പൂർണിമയായിട്ട് ഇനിയും സിനിമ ചെയ്യാന്ന് നമുക്ക് ആഗ്രഹം.
കാരണം ഒരു കഥാപാത്രം ആവാൻ വേണ്ടി അവരെടുക്കുന്ന ഒരു എഫേർട്ടും ഈ സിനിമയ്ക്കൊപ്പം അവർ നിൽക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതൊരു സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമാകും. ഒരു സംവിധാനം സംബന്ധിച്ച് അയാളുടെ പണിയിൽ കൂടുതൽ അയാൾക്ക് സന്തോഷം, അതിൻ്റെ ഔട്ട്പുട്ടിൽ ഇപ്പം പ്രിയ ആയിക്കോട്ടെ, പൂർണിമ ആയിക്കോട്ടെ, ഈവൻ രഘുനാഥ് പലേരി ഹൈദർ അലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഹൈദർ അലിക്ക എന്ന് പറയുന്ന ക്യാരക്ടർ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഷമ്മി തിലകൻ, വിജയരാഘവൻ, ഞാൻ കണ്ട കഥാപാത്രങ്ങൾ എല്ലാ നടന്മാരും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഹാപ്പിയാണ്. ഈ 27-ാം തീയതി സ്ക്രീനിൽ ആളുകൾ കണ്ടിട്ട് തീരുമാനിക്കട്ടെ. ഓക്കെ ഓക്കെ. ഇപ്പോൾ പൂർണിമ ചേച്ചിയോട് ചോദിക്കാനുള്ളത്, പൂർണിമ ചേച്ചിയുടെ ഇൻ്റർവ്യൂസ് ഒക്കെ ഒരുപാട് സ്ത്രീകൾ കാണുന്നുണ്ട്, ഒരുപാട് ഇഷ്ടമാണ്. പല കമൻസ് ഒക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും കുറേ ആളുകൾ അത് കാണാൻ ഇഷ്ടമുള്ള ആളുകളാണ്. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് പറയുക, ഞാൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ആലോചിച്ച് ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ പൂർണിമ ചേച്ചി കുറച്ചുകൂടെ ഏർലി ആയിട്ട് മാരീഡ് കഴിഞ്ഞ ആളാണല്ലോ. അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ കുട്ടികൾ പൊതുവിൽ ഓക്കെ നോ മാരേജ് ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു 30 കഴിഞ്ഞിട്ട് മാരേജ് ചെയ്യാം, എൻ്റെ കരിയർ ഒന്ന് സെറ്റ് ആവട്ടെ, അതിനുശേഷം മാരേജ് ചെയ്യാമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ശരിക്കും മാരേജ് അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്ന ഒരു ഘടകം പെൺകുട്ടികളുടെ ഡ്രീമിനുള്ളൊരു ബാരിയറാണോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു കളക്റ്റീവായിട്ടൊരു സമൂഹം പറയേണ്ട ഒരു ഉത്തരമാണത്. ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ടതല്ല, കാരണം എൻ്റെ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് അല്ലേ അതിൽ വരുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്ത പല ഭാഗത്തു നിന്നുള്ളത് കൊണ്ടാവാം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അന്നത്തെ കാലത്തെ കുട്ടികൾ എന്നൊക്കെ പറയുന്ന വേർതിരിവും കാര്യങ്ങളും വളരെ പ്രസക്തമായിട്ടുള്ള അതാത് കാലഘട്ടങ്ങൾ വളരെ പ്രസക്തമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓരോ കാലഘട്ടങ്ങൾ സഞ്ചരിച്ച് വരുമ്പോൾ അതിൻ്റേതായ ഒരു കണ്ടീഷനിങ് അതിന് വരുന്നുണ്ട് അല്ലേ. അപ്പം എൻ്റെയൊക്കെ എൻ്റെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, എൻ്റെ അമ്മയുടെ കല്യാണ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു പോലും ഉണ്ടായിട്ടില്ല, മുഖം പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ചേട്ടൻ പറഞ്ഞു, അമ്മയുടെ വീട്ടിൽ 5 പെങ്ങന്മാരാണ് ചേട്ടന്, മൂത്ത ആൾ ആൺകുട്ടിയാണ്, പുറകെ 5 സിസ്റ്റേഴ്സാണ് അമ്മയ്ക്ക്. ചേട്ടൻ പറഞ്ഞു ഞങ്ങൾ കല്യാണം കഴിച്ചു, അങ്ങനെയായിരുന്നു. അവിടുന്ന് അതുപോലെയല്ലല്ലോ ഞാൻ, അല്ലേ, അതുപോലെ ആവില്ല തീർച്ചയായിട്ടും എൻ്റെ കുട്ടികളും. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാത്തിനും വരുന്നുണ്ട്. അത് കല്യാണത്തിലും കാഴ്ചപ്പാടുകളിലുമല്ല, പൊതുവെ എല്ലാ കാര്യങ്ങളിലും. പക്ഷെ ഇതിനകത്ത് ഞാൻ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. കാരണം മാരേജ് ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് കരുതി മുന്നോട്ട് വളർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് നമ്മളെ തന്നെ ഏറ്റവും കൂടുതൽ തിരിച്ചറിയാൻ പറ്റണം എന്നുള്ളതാണ്. ഇപ്പം അവനോനുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തൊക്കെയാണ് എനിക്ക് നല്ലത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്, ഞാൻ എന്തൊക്കെയാണ് ചെയ്താൽ നന്നാവുക എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണമല്ലോ. ഒരു 10, 18, 20 വയസ്സ് വരെ നമ്മൾ മാതാപിതാക്കന്മാരുടെ കൂടെയാണ്. പിന്നെ അവിടുന്ന് ശേഷം നമുക്ക് ആ കോളേജ് ലൈഫിൽ നിന്നാണ് സുഹൃത്ത് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോഴാണ് നമ്മൾ പതുക്കെ അവനവൻ്റെ ഐഡൻറ്റിറ്റി നമ്മൾ മനസ്സിലാക്കി തുടങ്ങി അവനവനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പെൺകുട്ടികളുടെ കാര്യം പ്രത്യേകം പറയുകയാണെങ്കിൽ പിന്നെ കുറച്ച് വർഷങ്ങളേ ഉള്ളൂ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ വേഗം അവരൊരു ഭാര്യയോ അല്ലെങ്കിൽ ഒരു അമ്മയോ ആയി മാറുകയാണ് അല്ലേ. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ചിന്തയ്ക്കും അവരുടേതായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസിനുള്ള ഒരു സ്പേസും ടൈമും അവിടെ കുറവാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് കൂടുതൽ പഠിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാമാണ് നമുക്ക് നമ്മളത് ഇൻഡിവിജ്വലിന് മാത്രം അവിടെ പ്രിഫറൻസ് വരുന്നത്. അപ്പം സ്പെഷ്യലി ജോലി ചെയ്യുന്ന സ്ഥലത്താണ് അതെനിക്ക് എടുത്തു പറയാനുള്ളത്. ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും 2 പേർക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ മാക്സിമം പ്രൊഡക്ടിവിറ്റി എന്താണ്, നിങ്ങൾ എന്താണ് ടേബിളിൽ കൊണ്ടുവരുന്നത്, വാട്ട് ഇസ് ഇറ്റ് ദറ്റ് യു ക്യാൻ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് വാട്ട് യു വർക്കിംഗ് എന്നതെല്ലാം വെച്ചിട്ടാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ അവിടെ അളക്കുന്നത്. ശരിയല്ലേ സർ? എനിക്ക് ബാക്കി വീട്ടിൽ അച്ഛൻ അമ്മ, നമ്മളൊരു അമ്മയാണ്, ഒരു അനീതിയാണ്, ഒരു ചേച്ചിയാണ്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടാം അല്ലേ, ഒരു കൂടുതൽ കണ്ടീഷനിങ് ആയിട്ട്. പക്ഷെ ജോലി സ്ഥലത്ത് അങ്ങനെയല്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കുറച്ച് സമയവും സ്പേസും ഉണ്ടാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. പിന്നെ ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ഐ ഓൾവേസ് സേ, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാർ അതുപോലെ ദേവദൂതൻ സിനിമയിൽ അതെനിക്ക് ഒരുപാട് ആഗ്രഹിച്ച് വന്ന ചോദ്യമാണ്. അതുകൊണ്ടാണ് ദേവദൂതൻ സിനിമയിൽ നിഖിൽ മഹേശ്വർ വിശാൽ കൃഷ്ണമൂർത്തി വഴി തൻ്റെ പ്രണയത്തിൻ്റെ ബാക്കി ഭാഗം പൂരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
മേലേപ്പറമ്പിൽ ആൺവീടാണെങ്കിൽ ഒരു കൃഷിക്കാരൻ അച്ഛൻ്റെ 3 മക്കളെ വളരെ നിഷ്കളങ്കരായ ആളുകളായിട്ട് കാണിക്കുന്നുണ്ട്. മഴവിൽ കാവടി പോലെയും തട്ടാൻ ഭാസ്കറിനെ പോലെയുള്ള കഥാപാത്രങ്ങളും. അപ്പോൾ ഇത്തരം കഥാപാത്രങ്ങളുടെ ഒരു വൈവിധ്യതയില്ലേ? സോ ഇത് ചില റൈറ്റേഴ്സിന് അവരുടേതായ ചില പെർസ്പെക്റ്റീവ് ഉണ്ടാവും, ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് അവർ എഴുതും. പക്ഷെ സാറിനെ സംബന്ധിച്ച് സാറ് അറ്റ് എ ടൈം ഫാന്റസി എഴുതുന്നു, ഇവിടെ തമാശ എഴുതുന്നു, സ്റ്റണ്ട് എഴുതുന്നു. അങ്ങനെ ഇതെന്താണ് ഇങ്ങനെ ഒരു വൈവിധ്യത സാറിന് ഇവിടുന്ന് വരുന്നതാണ് ശരിക്കും? ഞാൻ നന്നാവില്ല, അതുകൊണ്ടുണ്ടാവുന്നതാണ്. ഞാൻ എന്ത് പ്രതീക്ഷിച്ചു വരും. എനിക്കൊരു പർട്ടിക്കുലർ സംഗതിയായിട്ടില്ല, അത് ഇത്രയേ ഉള്ളൂ. എൻ്റെയൊക്കെ വൈഡ് സ്പെക്ട്രമാണ് എൻ്റെ ചിന്തകൾ മുഴുവൻ. ഇപ്പം നമ്മൾ ഇങ്ങനെ സ്പെക്ട്രം മനസ്സിൽ കണ്ടു നോക്കും. അപ്പോൾ ഏത് ഭാഗത്തേക്കും എനിക്ക് ശ്രദ്ധ തിരിക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ എന്നെ വിശകലനം ചെയ്ത് പറയുന്നതാണ് കേട്ടോ, ഇതൊന്നും അല്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പം ഒരു കഥ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ കഥ എന്താ പറയുക, നമ്മുടെ പടത്തിൻ്റെ പേര് ഒരു കട്ടിലൊരു മുറിയല്ല, ഒരു കട്ടിലൊരു മുറി. എനിക്ക് വേണമെങ്കിൽ ഇപ്പം ഷാനവാസിന് പകരം ഷാനവാസിന് അത്ര ഒരു ജോളിയല്ലാത്ത അല്ലെങ്കിൽ ജോവിയലല്ലാത്ത വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് ഡയറക്ടർ ഇരിക്കുക. അയാൾക്ക് വളരെയേറെ എന്താ പറയുക, ഉത്തുംഗ ചിന്തയിലൂടെ വേണം ആ സിനിമ വരുമ്പം ഈ സ്ഥിരക്കഥ ഞാൻ മൊത്തം അങ്ങോട്ട് മാറ്റിയിട്ട് അതിലെ കുറേ മസാലയൊക്കെ മാറ്റി വേറെ സാധനമൊക്കെ ആക്കിയിട്ട് അതിനെ വേറെ രീതിയിൽ വളരെ സീരിയസ് ആയിട്ട് അക്കമൊന്നും മിണ്ടാതിരിക്കുക, മറ്റുള്ള മിണ്ടാതിരിക്കുക, വേണ്ട സാധനം സൂചനകൾ കൊടുക്കുക, നീ ആ കപ്പെടുത്ത് അവിടെ വെക്കുക എന്നുള്ളത് വെറും ബിംബങ്ങളിലൂടെ കാണിക്കുക. ഇതൊക്കെ എഴുതാൻ പറ്റും, നമ്മൾക്ക് ചെയ്യാം. എന്താണോ വേണ്ടതെന്ന് എനിക്ക് അങ്ങനെയൊന്നും വേണ്ട, എനിക്ക് ഈ കഥ ഇങ്ങനെയാണ് വേണ്ടത്, ഞാൻ കൊടുത്തു. അങ്ങനെ അറിയുന്ന ഒരാൾക്ക് കൊടുത്തു. നേരെ മറിച്ച് ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമ പെർസ്പെക്റ്റീവ് വേറെ വിധത്തിലാണെങ്കിൽ ഈ സ്ക്രിപ്റ്റ് വേറെ വിധത്തിൽ പോയി എനിക്ക് അത്രയും സ്നേഹമൊക്കെ ഉണ്ട്, എനിക്ക് എഴുതിയേ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ ഞാനത് വേറെ വിധത്തിൽ എഴുതും. അതാണത്, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളെ ഒരു പ്രത്യേക രീതിയിലൊന്നും ഞാൻ ജീവിതത്തിനെ പല വിധത്തിലും കാണുന്ന ഒരാളാണ്, പല വിധത്തിലും. എനിക്ക് തോന്നുന്നു ഞാൻ വളർന്ന ചുറ്റുപാടുകൾ, എൻ്റെ ഗൃഹം, ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ കൂട്ടുകുടുംബം എന്നൊക്കെ പറഞ്ഞില്ലേ, ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊക്കെ തറവാട്ടിൽ ജീവിച്ചിട്ട് കുറേ കാലമൊന്നുമല്ല, ഇടക്കിടക്ക് പോകും, ഇടയ്ക്ക് വരും. ഈ ലിങ്കൊന്നും എനിക്ക് പോയിട്ടില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യന്മാരും, എൻ്റെ വീട്ടിലെ ഏട്ടന്മാരും, എൻ്റെ അനിയൻ, എൻ്റെ ഇപ്പോഴുള്ള എൻ്റെ ഭാര്യ, മക്കൾ, എല്ലാവരും തന്നെ ഓരോ തരത്തിലുള്ള മീശയില്ല വാസുക്കളാണ്. മീശയില്ല വാസു എന്നൊരു ക്യാരക്ടർ ഓർമ്മയുണ്ടോ? മഴവിൽ കാവടിയിലൊരു മീശയില്ല വാസു, അങ്ങനെയുള്ള ക്യാരക്ടർ എല്ലാവരും ജോവിയലാണ്, എല്ലാവരും വളരെ സ്നേഹത്തിലാണ്, സന്തോഷത്തിലാണ്. എല്ലാവർക്കും അവരുടേതായ തമാശകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് വിവിധ രീതിയിൽ കാണാൻ പറ്റണം, എനിക്ക് കാണാൻ പറ്റുന്നു, ഞാൻ അങ്ങനെ എഴുതുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഇന്നത് കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ഇല്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാം? ഇനി നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ ചെയ്താലും അത് ഫാന്റസിയോ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ കേട്ടപ്പോഴേ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ കേട്ടപ്പോഴേ ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്ന വിചാരിച്ചു. ഇല്ല, പിന്നെ അതങ്ങനെ പോയി ഒന്നായിട്ട് വാരി എടുത്തിട്ട് എല്ലാ ചാക്കും മുമ്പിലിട്ടിട്ടാണ് നിങ്ങൾ സംസാരിക്കുക. അല്ല, നമുക്ക് സമയപരിമിതി ഉണ്ടല്ലോ. എനിക്ക് സാർ പറഞ്ഞാൽ മനസ്സിലായി. ആ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെയാണ്. ഒന്നിക്കൽ പുട്ട് മാത്രം വിളമ്പുക, പുട്ടിന്റെ കൂടെ മസാല ദോശ, നെയ്റോസ്റ്റ് എല്ലാം വിളമ്പിയിട്ട് ഏതാണ് ഇങ്ങനെ അല്ലെന്നറിയോ, കഥാപാത്രങ്ങളിൽ വൈവിധ്യത പറയണമെങ്കിൽ എല്ലാം പറയണല്ലോ. അതാണ് അതിൻ്റെ ആവശ്യമില്ല. അത് ഇപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് എല്ലാം. ഈ സിനിമയിൽ തന്നെ പല കഥാപാത്രങ്ങളും പല വിധത്തിലാണ്. ഇതിന് അക്കമ്മക്ക് വട്ടാണെങ്കിൽ മറ്റവൾക്ക് പ്രാന്താണ്, സംവിധായകൻ നട്ടപ്രാന്താണ്, അത് എഴുതി എല്ലാം എനിക്ക് കൊക്കോ പ്രാന്താണ്, ഒന്നും പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? സ്കൂളിൽ ഗുണ്ടകളുണ്ട്, ഗുണ്ടകൾ കുറേ ആൾക്കാരുണ്ട്. ഈ ലോകത്തിൽ ഇങ്ങനത്തെ പ്രാന്തന്മാരെ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുണ്ട്. ഇതിലെ സംവിധായകൻ അതിലും വലിയ പ്രാന്തനാണ്, ഞാൻ അതിലും വലിയ പ്രാന്താണ്. നമുക്ക് എല്ലാവർക്കും പ്രാന്ത്. ഇതൊരു പ്രാന്തൻ സിനിമയാണ്, കണ്ടു നോക്കുന്നത്. ഒരു കട്ടിലൊരു മുറി, അസാധ്യ പ്രാന്തുള്ള സിനിമയാണ്, മനോഹരമായ പ്രാന്താണ്, കണ്ടു ടേസ്റ്റ് ഇറ്റ്. അപ്പൊ എന്തായാലും നമുക്ക് സമയക്കുറവുണ്ടാണ്, സത്യം സമയക്കുറവുണ്ട്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ഏപ്രിൽ 27-ന് ഒരു മുറി നമ്മളിലേക്ക് വരികയാണ്. അപ്പൊ എന്താണ് ഫൈനലി പറയാനുള്ളത്? പെട്ടെന്ന് ഫൈനലി ഒന്നും പറയാനില്ല, എല്ലാവരും സിനിമ കാണുക, തിയേറ്ററിൽ വരിക, ആസ്വദിക്കുക. തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. എല്ലാവരും തിയേറ്ററിൽ വരെ 5-6 പ്രാവശ്യം കാണുക, ഫാമിലി ആയിട്ട് വന്ന് കാണുക.
എന്താ പറഞ്ഞേ? ദിവസം 3 നേരം കാണുക. നിങ്ങളും കാണാം. ഫ്രീ ടിക്കറ്റ് ഒന്നും കാത്തു നിൽക്കരുത്. ഇല്ല ടിക്കറ്റ് ഒക്കെ എടുത്ത് കാണാം. എന്നിട്ട് പ്രൊഡ്യൂസർമാരെ സഹായിക്കുക. അത്രയേ ഉള്ളൂ. നല്ല നല്ല ടേസ്റ്റുള്ള സിനിമയാണ്, നല്ല രുചിയാണ്. ഓക്കെ, നല്ല രുചിയാവട്ടെ. എന്തെങ്കിലും കഴിച്ചിട്ട് പറയാം, അറിയിക്കാം. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.